മലയാളത്തിന്റെ നടന സൗകുമാരിയും സുകുമാരിയമ്മയുടെ 85ാം പിറന്നാൾ ദിനമാണിന്ന്. ആ ഓർമ്മകൾക്ക് മുൻപിൽ ആദരമർപ്പിച്ച് മ്യൂസിയം ഒരുക്കിയിരിക്കുകയാണ്. നൂറുൽ ഇസ്ലാം സർവകലാശാല സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയുടെ 1ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മ്യൂസിയം ഒരുക്കിയത്. വെള്ളിത്തിരയിലെ ചിരിയും കണ്ണീരുമായി 1/4 നൂറ്റാണ്ടിലധികം ഇന്ത്യൻ സിനിമയുടെ ഭാഗമായിരുന്ന അതുല്യനടി പത്മശ്രീ സുകുമാരിയമ്മയുടെ 85ാം പിറന്നാളാണ് ഇന്ന്. മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുകുമാരിയമ്മയ്ക്ക് ഓർമ്മകളിലെ അരങ്ങൊരുക്കി മ്യൂസിയം ഒരുക്കിയിരിക്കുകയാണ് നൂറുൽ ഇസ്ലാം സർവകലാശാല. മമ്മൂട്ടി തറക്കല്ലിട്ട സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയുടെ 1ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയത്തിന്റെ 1ാം ഘട്ട പ്രവർത്തനവും അത്യാധുനിക ഡബ്ബിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്യൂട്ടിന്റെ ഉദ്ഘാടനവും പ്രശസ്ത സിനിമാ താരം സുരേഷ് കൃഷ്ണ നിർവഹിച്ചു. ചേച്ചിയുടെ ഒരുപാട് കളക്ഷൻസ് ഇവര് കളക്ട് ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി എന്ന് മാത്രമേ എനിക്ക് പറയാം. കാരണം ഒത്തിരി ഓർമ്മകൾ, ചേച്ചിയുടെ കൂടെയുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ എന്താ പറയാ വന്ന് കയറി വരുമായിരുന്നു. സിനിമ, നാടകം, ടെലിവിഷൻ എന്നീ രംഗങ്ങളിൽ സുകുമാരിയമ്മ അണിഞ്ഞ വേഷങ്ങൾ, നേടിയ പത്മശ്രീ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ, ഓർമ്മചിത്രങ്ങൾ, വ്യക്തിഗത വസ്തുക്കൾ എന്നിവയെല്ലാം സ്മരണയോടെ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സുകുമാരി എന്ന പ്രതിഭയുടെ മുദ്ര പതിഞ്ഞ ജീവിതം വരും തലമുറയ്ക്കായി സമർപ്പിക്കാൻ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ അങ്കണത്തിൽ 7 ഏക്കറിലാണ് പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുന്നത്. മ്യൂസിയത്തിന് പുറമെ സിനിമാ വിദ്യാർത്ഥികൾക്ക് ഏരീസ് ഗ്രൂപ്പിന്റെ 120 സീറ്റിംഗ് മൾട്ടിപ്ലസ് തിയേറ്റർ, ഡബ്ബിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്യൂട്ട്, ട്യൂൺസ് ഇൻക്യുബേഷൻ സെന്റർ, VFX ആനിമേഷൻ സ്റ്റുഡിയോ, അത്യാധുനിക പഠനമുറികൾ ഉൾപ്പെടെ സജ്ജമാക്കും. സിനിമാ ലോകത്തെ പുതുതലമുറയെ വാർത്തെടുക്കാൻ സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയിൽ ഫിലിം മേക്കിംഗ്, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഡിസൈനിംഗ്, എഡിറ്റിംഗ് ആൻഡ് സൗണ്ട് ഡിസൈൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി ബിരുദാനന്തര കോഴ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. അറിവിനപ്പുറം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒരു പാഠശാലയായിരിക്കും ഈ മ്യൂസിയം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.